ആപ്പിളൊക്കെ നമ്മൾ കുട്ടികൾക്ക് തിന്നാനായിട്ടൊക്കെ മുറിച്ച് കൊടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള സീഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരില്ലേ. അപ്പോൾ അതിനേക്കാളും നല്ലൊരു പണി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പീലർ യൂസ് ചെയ്ത് ഇതുപോലെ അതിൻ്റെ തോല് മുഴുവനായിട്ടൊന്ന് പീൽ ചെയ്തെടുത്തിട്ട് ആ ഒരു പീലർ തന്നെ നമ്മളിതുപോലെ ഇതിനകത്ത് ആ ഒരു സീഡിൻ്റെ ആ ഒരു പോർഷനിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനകത്തുള്ള ആ ഒരു സീഡും കാര്യങ്ങളും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർക്ക് ആ ഒരു സീഡ് തടയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. പെട്ടെന്ന് നമുക്കത് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് കളയാനും സാധിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിനെ കട്ട് ചെയ്തിട്ട് നമുക്കത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര, അല്ല എന്നുണ്ടെങ്കിൽ തേന് ചേർത്തിട്ടാണെങ്കിൽ നമുക്കത് അടിക്കാം കേട്ടോ. പിന്നെ കുറച്ച് പാലും അതുപോലെ നമ്മുടെ കയ്യിൽ ഐസ്ക്രീം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില ഐസ്ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമുക്കൊരു ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.